ബീഫ് ആദ്യം നമുക്ക് കുക്കറിനകത്ത് അങ്ങ് വെക്കാം അല്ലേ. ഒരു ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 ടീസ്പൂൺ കടുകിടാം. ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. വെളുത്തുള്ളി ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുകയാണ്. ഒരു 2 കതപ്പ് കറിവേപ്പില ഞാൻ ഇടുകയാണ് ഇതിനകത്തേക്ക്. മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. 1.5 ടീസ്പൂൺ മസാലയാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇടുവാണ്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ പാകത്തിനുള്ള ഉപ്പോടെ ചേർക്കാം. ഇത് നമുക്ക് അങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. കപ്പ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മളൊരു കുറച്ച് ഉപ്പ്, അതിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ അങ്ങ് ഇടാം. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ഒരു 3 ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിരുന്നു, അത് ഇതിനകത്തേക്ക് ഇടാം. പിന്നെ ഈ വറ്റൽമുളക് കൂടെ, പിന്നെ കറിവേപ്പില കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അത് മസാലപ്പൊടി, ഗരം മസാല അത് ഞാൻ ഒരു 2 ടീസ്പൂൺ ഇടുക. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി മതി. ഇനി ഇത് അരയ്ക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ലൈറ്റായി പോകും. അരയ്ക്കുമ്പോഴത്തേന് ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് അരപ്പോടെ ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് കുറച്ചുകൂടെ കുറയും. നമ്മൾ ആദ്യമേ വെള്ളം കുറച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് കണ്ടല്ലോ അല്ലേ, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച്